ആളൊഴിഞ്ഞൊരു പഴയ വീടിന്റെ പിന്തുറവും എന്നും ഈ വധുവിന്നു മണിയറകളാ, എന്നും ഈ വധുവിന്നു മണിയറകളാ. ഇത് വേശ്യ, ഇവളെന്നും ഈ നഗരത്തിലാർക്കും വധു. വീണ്ടും ഇവളലയും തെരുവുതോറും പുത്തനിണകളെ തിരയും ഇരവുതോറും. വീണ്ടും ഇവളലയും തെരുവുതോറും പുത്തനിണകളെ തിരയും ഇരവുതോറും. കോവുപാലങ്ങളുടെ ഇരുൾ പൂണ്ട മറവും ചവറടിയും മൂലകളും ഇടവഴികളും ആളൊഴിഞ്ഞൊരു പഴയ വീടിന്റെ പിൻപുറവും എന്നും ഈ വധുവിന്നു മണിയറകളാ, എന്നും ഈ വധുവിന്നു മണിയറകളാ. അവളെഴുന്നേറ്റൊന്നുലഞ്ഞു നിന്നു, പിന്നെ ജടപിടിച്ചിട ചേർന്ന മുടി കെട്ടി അരയിലെ പാവാടവള്ളിയൊരു കെട്ടാൽ മുറുക്കി ഒട്ടഴകാർന്ന മുഖമാകെ നനവിട്ട ചുടുവേർപ്പ് കയ്യാത്തുടച്ചിട്ടൊരിടി വെട്ടുപോൽ നോക്കി സിദ്ധിയുടെ മുരളായി ചൊല്ലി, പണമെടുത്തു ഞാൻ പോട്ടേ. ദൂരെയൊരു കൂരയിൽ കുഞ്ഞു കരയുന്നു, ഇരുളിൽ ഇവൾ വില പേശിടുന്നു. ചിത്രം പകർത്തുവാൻ വേറെന്ത് കാഴ്ച ഇനി വേണം, വേറെന്ത് കാഴ്ച ഇനി വേണം. പുരുഷദാസ്യത്തിന്റെ മൃഗതൃഷ്ണയാക്കുവാനി പെൺകുഞ്ഞ് ബലിവസ്തുവാകാതിരുന്നെങ്കിൽ. ഫെബ്രുവരി മാസം 19 തിലകൻ നാടകം അവതരിപ്പിക്കുന്നതിനായി നവംബർ 10-18 തന്നെ അദ്ദേഹം മട്ടന്നൂരിലെത്തുകയും അന്ന് രാത്രിയും 19 നാടകം അവതരിപ്പിച്ച ശേഷവും പിറ്റേന്ന് 20 കൊട്ടിയൂരിൽ നാടകം അവതരിപ്പിച്ച ശേഷവും അദ്ദേഹം ഇവിടെ തന്നെ താമസിച്ചു. 21 തിലകൻ മട്ടന്നൂരിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് യാത്രയാവുന്നത്. അങ്ങനെ 4 ദിവസം ഏറ്റവും പ്രശസ്തമായ സമിതികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 നാടകങ്ങളാണ് ഇവിടെ മാറ്റിവെച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഭാരവാഹികൾ ഉൾക്കൊള്ളുന്ന ജൂറിമാരാണ് നാടകത്തെ വിധി നിർണയം നടത്തിയത്. ആ വിധി നിർണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നാടക മത്സരത്തിന്റെ പുരസ്കാര ദാനമാണ് ഇന്ന് ആരാധ്യനായ
കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ നൽകിയിട്ടുണ്ട്. മട്ടന്നൂർ ജയകരനെ സംബന്ധിച്ച് കഴിഞ്ഞ 15 വർഷക്കാലയളവിൽ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് അടച്ചുപൂട്ടിയ മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രി മട്ടന്നൂർ നഗരത്തിൽ നടത്തിയ സായ പ്രദർശനത്തിലൂടെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയും ആവശ്യമുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ കഴിഞ്ഞു എന്നതിൽ ചരിത്രത്തിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ പൂർണ്ണമായ പ്രതിമ നിർമ്മിച്ച് അത് മുഴക്കുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട് മട്ടന്നൂർ ജയകേരള. അന്ന് ശ്രീകണ്ഠപുരത്തെ നെടിയങ്കൽ ശ്രീ ടി രാമചന്ദ്രനാണ് പ്രതിമ നിർമ്മിച്ചത്. അന്ന് അവിടുത്തെ MLA ആയിരുന്ന ശ്രീ KC ജോസഫ് സാറായിരുന്നു ആ പ്രതിമ ഇവിടെ അനാവരണ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. പരാജയപ്പെട്ട കുട്ടികൾ വരും കണക്കിന്റെ ട്യൂഷനിൽ വിജയിക്കാറുണ്ട്. എല്ലാ വർഷവും പായസ വിതരണം നടത്താറുണ്ടായിരുന്നു. മട്ടന്നൂരിലെ ഒരു പരിചയമില്ലാത്ത വ്യക്തി കുളിച്ച പായസത്തിന്റെ അവശിഷ്ടം ഉടനെ ഉപേക്ഷിക്കും. അത് ആരും പറഞ്ഞിട്ടില്ല. അതിനുശേഷം മുതൽ നമ്മൾ ചെയ്യുന്ന അതിലെങ്ങനെ കേരളത്തിലില്ല. ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പോലും വഴിതെളിച്ചത് കേരളത്തിലെ പ്രശസ്തമായ പല നാടകങ്ങളുണ്ടായി. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി, സാമൂഹ്യ പരിഷ്കാരത്തിനു വേണ്ടി, ഈ സമൂഹത്തിലെ അടിച്ചോടുന്ന ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി എല്ലാം സംഭവിച്ചുയർത്തിയ നിരവധി നാടകങ്ങൾ കേരളത്തിൻ്റെ ഓരോ മേഖലയിലും രംഗത്തുണ്ടായിരുന്നു. ഇന്ന് പല നാടക സംഘങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാമ്പത്തികമായ പ്രയാസത്തിലാണ്. കാരണം നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി കുറഞ്ഞു വരുന്നു. ഇന്ന് ദൃശ്യമാധ്യമ രംഗത്തെ മാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ എല്ലാം ശ്രദ്ധ തിരിയുന്നത് മറ്റ് മേഖലകളിലേക്കാണ്.